അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട വളരെ മഹത്തായ ഒരു ഇസ്മാണ് വാരിസ് എന്നത്. അനന്തരമെടുക്കുന്നവൻ എന്ന് നമുക്കിതിന് അർത്ഥം പറയാം. ഇതിൻ്റെ അബ്ജദീയത്ത് 707 പരിശുദ്ധ ഖുർആനിൽ ഇത് വന്നിട്ടില്ല. സർവ അധികാരങ്ങളും അധികാരങ്ങൾ കൈക്കൊണ്ടിരുന്ന സർവ അധികാരികളും അള്ളാഹുവിലേക്ക് മടങ്ങുന്നു. ഒരാൾക്കും ഒരു അധികാരവും ഉണ്ട് എന്ന് വാദിക്കപ്പെടാത്ത രൂപത്തിൽ, ആർക്കും ഒരു അധികാരവും ഇല്ലാത്ത രൂപത്തിൽ സർവ അധികാരങ്ങളും അള്ളാഹുവിലേക്ക് മടങ്ങുന്നു. അള്ളാഹു നിത്യമാകുന്നവനാണ്, ശേഷിക്കുന്നവനാണ്, സർവ സൃഷ്ടികളെയും അനന്തരമെടുക്കുന്നവനാണ്, സർവ സൃഷ്ടികളുടെയും നാശത്തിൻ്റെ ശേഷം അവകളെ വീണ്ടും ഇവിടെ ഉണ്ടാക്കുന്നവനാണ്. സർവ സൃഷ്ടികളും നശിച്ചതിൻ്റെ ശേഷം അള്ളാഹു മാത്രം ഇവിടെ ശേഷിക്കുന്നു. അള്ളാഹു ഭൂമിയെയും ഭൂമിയിലുള്ള സർവവസ്തുക്കളെയും അനന്തരമായി എടുക്കുന്നു. അനന്തരമെടുക്കുന്നവരിൽ ഏറ്റവും ഖൈറായവനാണ് അള്ളാഹു. എല്ലാ രാജാക്കന്മാരും നശിച്ചതിൻ്റെ ശേഷം സർവ അധികാരങ്ങളും അള്ളാഹുവിനെ കൊള്ള മടങ്ങുന്നു. ഈ രൂപത്തിലെല്ലാം വാരിസ് എന്ന ഇസ്മിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. വിറാസത്ത് എന്ന പദത്തിൽ നിന്നാണ് വാരിസ് എന്നത് ഉണ്ടായത്. എല്ലാ വസ്തുക്കൾക്കും ജീവൻ നൽകുന്നവനും അവകളെ ഇവിടെ നിലനിർത്തുന്നവനും അവകളുടെ അവധി എത്തുമ്പോൾ അവകളെ നശിപ്പിക്കുന്നവനും വീണ്ടും അവകളെ പുനർജീവിപ്പിക്കുന്നവനും എല്ലാം വാരിസായ അള്ളാഹു ആണ്. സർവവസ്തുക്കളുടെയും മടക്കവും സഞ്ചാരവും അള്ളാഹുവിലേക്കാണ്. ഒരു അടിമ അവൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവാണ് വാരിസ്, എല്ലാത്തിനെയും അനന്തരമെടുക്കുന്നവൻ എന്ന തിരിച്ചറിവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ഒരു വസ്തു കൊണ്ടും അവൻ ഉപകാരം എടുക്കുകയില്ല. എല്ലാം റബ്ബിൽ നിന്നുള്ളതാണ്, എല്ലാത്തിനെയും അനന്തരമായി എടുക്കുന്നവൻ റബ്ബാണ് എന്ന ഹക്കായ ഒരു ചിന്താഗതിയിലേക്ക് അവനെത്തും. വാരിസ് എന്ന ഇസ്മുമായിട്ട് ബന്ധം പുലർത്തേണ്ടത് മഹത്തുക്കൾ പഠിപ്പിച്ചു. നിനക്ക് വല്ല വിപത്തുകളും സംഭവിക്കുമ്പോൾ പൊറുതികേട് കാണിക്കാതിരിക്കുക, ആവലാതി പ്രകടിപ്പിക്കാതിരിക്കുക, തെറ്റായ ചിന്തകളും വാക്കുകളും ഉണ്ടാകാതിരിക്കുക. സർവസന്ദർഭങ്ങളിലും നിന്റെ സഞ്ചാരം നിന്നെ അനന്തരമെടുക്കുന്ന റബ്ബിലേക്കാണ് എന്ന ആ ഒരു ഓർമ്മ നിന്നിൽ ഉണ്ടാവുക. ഇതൊക്കെ വാരിസ് എന്ന ഇസ്മുമായിട്ട് ബന്ധം പുലർത്തുമ്പോൾ പ്രകടമാകുന്ന കാര്യങ്ങളാണ്. വാരിസ് എന്ന ഇസ്മു കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കേണ്ടത് മഹത്തുക്കൾ പഠിപ്പിച്ചു. സജ്ജനങ്ങളായ മുൻഗാമികളായ ആളുകൾ അനന്തരമായി തന്ന കാര്യങ്ങളെ നീ അനന്തരമായി ഏറ്റെടുക്കുക. മുൻകാലത്ത് ജീവിച്ചവരുടെ പ്രവർത്തനങ്ങൾ, നല്ല നല്ല വാക്കുകൾ, അവരുടെ ദിക്റുകൾ, ഇബാദത്തുകൾ, അവരുടെ അവസ്ഥകൾ, അതൊക്കെ അനന്തരമായി എടുത്ത് നീ കൈകാര്യം ചെയ്യുക. അൽ ഉലമാ, എല്ലാ നിലക്കും അള്ളാഹുവിനെ കൊണ്ടും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ കൊണ്ടും അറിവുള്ള പണ്ഡിതന്മാർ വറസത്തുൽ അംബിയ, ഈ അംബിയാക്കന്മാരുടെ വാരിസീങ്ങളാണ്. അംബിയാക്കൾ ദീനാറോ ദിർഹമോ ഒരിക്കലും അനന്തരമായി കൊടുത്തിട്ടില്ല. അവർ ആത്മജ്ഞാനത്തെ മാത്രമാണ് അനന്തരമായി കൊടുത്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ള എല്ലാ വിറാസത്തുകളെയും നീ ഒരുമിച്ച് കൂട്ടുക. നബി തങ്ങളുടെ മഹനീയമായ വചനങ്ങൾ, പ്രവർത്തനങ്ങൾ, സ്വഭാവങ്ങൾ, നബി തങ്ങൾ ഓരോ ഇബാദത്തുകളെ കൊണ്ടും ലക്ഷ്യം വെച്ചിരുന്ന ലക്ഷ്യങ്ങൾ, അതിലൊക്കെ നീ
അനന്തരമെടുക്കുന്ന ഒരവസ്ഥ നിന്നിലുണ്ടാകണം. വാരിസ് എന്ന ഇസ്മിൻ്റെ പ്രത്യേകത മഹത്തുക്കൾ പഠിപ്പിച്ചു. ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ 1000 പ്രാവശ്യം യാ വാരിസു യാ അല്ലാഹു എന്ന ദിക്ർ ചൊല്ലിയാൽ അവൻ എന്തെങ്കിലും ബേജാറിലോ എടങ്ങേറിലോ പെട്ട സന്ദർഭത്തിലാണ് ഇത് ചൊല്ലുന്നത് എങ്കിൽ ആ പരിഭ്രമവും പ്രയാസവും ബേജാറും ഇല്ലാതെയാകും എന്നാണ്. അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും വേദനകളും പ്രശ്നങ്ങളും എത്താതിരിക്കാനും ഈ ഇസ്മിനെ ധാരാളം ചൊല്ലിയാൽ മതി. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ.